Give the heading Big Bang Theory. ഈ തിയറി എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി they explain the origin of the universe. യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു ദിസ് തിയറി the universe originated around 20 billion years ago. 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഉണ്ടായെന്ന് പറയുന്നു. By a singular huge thermonuclear explosion, unimaginable in physical terms. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കൂടെ ഒരു മോൾട്ടൺ മാസ് ആയിരുന്നു അത്രേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഇപ്പം നമ്മുടെ വീടുകൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ചില കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്യണം. അത് അത്യാവശ്യമാണ്. ഈ ചാപ്റ്ററിൻ്റെ അതിൽ ചിലത് പഠിക്കാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് ഇമാജിനേഷൻ ആവശ്യമാണ്. ഇനി നിങ്ങൾ ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളമെടുക്കും, ഒരു മഗ്ഗിൽ വെള്ളം ഒഴിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് നിങ്ങളത് ചെയ്തു നോക്കണമെന്നല്ല ഞാൻ പറയും, വളരെ സൂക്ഷിച്ച് ഇതൊക്കെ ചെയ്യാം. എന്നിട്ട് ടെറസിൻ്റെ അവിടെ നിന്നിട്ട് ഈ വെള്ളം ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ, ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കപ്പ് വെള്ളം താഴേക്ക് ഇങ്ങനെ പോകുന്ന കാണും. മുകളിലേക്ക് വേണം ഒഴിക്കാൻ. ഒഴിക്കുമ്പോൾ അവിടെ നിന്ന് താഴേക്കത് താഴെ 2 നിലയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 നിലയാണെന്നുണ്ടെങ്കിൽ അത്രയും ദൂരം താഴേക്ക് നിങ്ങൾക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. കാണാൻ പറ്റില്ലേ? ഇനി ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒരു കപ്പിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു നീണ്ടതുപോലെ അല്ലേ പോവുക? എന്നാൽ താഴേക്ക് പോകുമ്പോഴെന്താ സംഭവിക്കുക? ഇറ്റ് ബിക്കം എ ഗ്ലോബ്. ശരിയല്ലേ? ഒരു ഗ്ലോബുലാർ ഷേപ്പിലായിരിക്കും ഇത് താഴേക്ക് വന്നത്. കാരണം നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിച്ചതാണ് അല്ലേ? ഒരു മോൾട്ടൺ മാസിന് എപ്പോഴും ഒരു സ്ഫെറിക്കൽ ഫോർമുലയിലേക്ക് പോകാൻ അതിനൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ്? അപ്പം ഞാനിന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ അപ്പോൾ അതുപോലൊരു മോൾട്ടൺ മാസമായിരുന്നു പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ മോൾട്ടൺ മാസ് ഇപ്പം മുകളിലേക്ക് ഇട്ടാലും നമുക്കിങ്ങനെ നോക്കാം, ഒരു മോൾട്ടൺ മാസമായിട്ട് വെള്ളം ഇങ്ങനെ പോകുന്ന കാണാം അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? മുകളിലേക്ക് ഇങ്ങനെ താഴേക്ക് വരുന്ന ഈ മോൾട്ടൺ മാസിനെ നിങ്ങൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിത്തെറിപ്പിച്ച് നോക്കൂ. 1ാമത്തെ നിലയിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്ത് നോക്കൂ. ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. ഇതിൻ്റെ പേരിൽ മീൻസ് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്താലും മതി, ചെയ്യണമെന്നില്ല. ഈ വെള്ളം വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് നോക്കൂ. അപ്പോൾ ഈ വരുന്ന ഈ ഗ്ലോബുലാർ ഷേപ്പിൽ വന്ന് നിങ്ങൾ കൈയിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഈ വലിയ സ്ഫെറിക്കൽ ഗ്ലോബുലാർ വാട്ടർ എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും അല്ലേ? ഇതിങ്ങനെ ചെതറിപ്പോവും. ശരിയല്ലേ? ഈ ചെതറിപ്പോയ ഓരോ തുള്ളികളും അല്ലെങ്കിൽ ഓരോ പീസസ് ഓഫ് വാട്ടർ അല്ലേ, ഓരോ വാട്ടർ പീസും ബിക്കം എ സിംഗിൾ ഡ്രോപ്ലെറ്റ് ഓർ ഇറ്റ്സ് ബിക്കം എ സ്ഫെറിക്കൽ ഷേപ്പ് അല്ലേ? ഇത് മൊത്തത്തിലൊരു സ്ഫെറിക്കൽ ഷേപ്പായിരുന്നു. ബ്രാഞ്ചസ് ആയി പോയി അല്ലെങ്കിൽ ഓരോരുത്തടത്തേക്കും പോയപ്പോൾ ഓരോന്നും എന്തായി? സ്ഫെറിക്കൽ ഷേപ്പിലായി. ശരിയല്ലേ? എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു പണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരു സിംഗിൾ മോൾട്ടൺ പീസായിരുന്നു. ഏതാ? നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള സകല എർത്തും അല്ലെങ്കിൽ സകല സ്റ്റാർസും എല്ലാം ഒരൊറ്റ ഇതിലായിരുന്നു. അപ്പോൾ സത്യത്തിൽ അവിടെ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അവിടെ നടക്കുന്ന ഒരു അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടൈം. ഇതെല്ലാം ഒറ്റ ഇതായിരുന്നു എന്നും അതിനുശേഷം അവിടെ ഒരു തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതെല്ലാം ഓരോ പീസസായിട്ട് ഇങ്ങനെ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഓരോ പീസസായിട്ട് പോകുന്ന ഓരോന്നും ഓരോ സ്റ്റാർ ആകുന്നു. മനസ്സിലാവുന്ന ഓരോ സ്റ്റാർസ് ആകുന്നു അല്ലെങ്കിൽ ഗാലക്സീസ് ആകുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൂടെ ഇങ്ങനെ ചിന്നിച്ചെതറി പോകുന്നതാണ് ഓരോ സ്റ്റാർസും. അങ്ങനെ സ്റ്റാർസിൻ്റെ കൂട്ടമായിട്ടുള്ള ഗാലക്സീസും ആകുന്നു എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഗാലക്സി ഏതാണ്? മിൽക്കി വേ ആണ് അല്ലേ? മിൽക്കി വേ ഒക്കെ അന്ന് ഇതേപോലെ ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ദ യൂണിവേഴ്സ് എക്സ്പാൻഡഡ് ആൻഡ് ഹെൻസ് ദ ടെമ്പറേച്ചർ കംസ് ഡൗൺ. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമല്ല, ഈ ചെതറുന്ന മാത്രമല്ല, ഇത് എക്സ്പാൻഡ് ചെയ്യുക. നമ്മളിവിടെ വെള്ളം ഇങ്ങനെ വെച്ച് തട്ടി അപ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് വന്നു അല്ലേ? ഭൂമിയിലേക്ക് വന്നത് കൊണ്ടല്ലേ അത് താഴേക്ക് വന്നു. അല്ലായിരുന്നെങ്കിലോ? അത് എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്? ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതില്ലായിരുന്നെങ്കിലോ ഇതിങ്ങനെ ചെതറി ഇങ്ങനെ പോയേനെ അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ
ഈ മോൾട്ടൺ പീസസ് പല പീസസ് ഇങ്ങനെ പലയിടത്തെ ഇങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ട് ഞാനീ പറയുന്നത്? ഇങ്ങനെ ചെതറിപ്പോകുന്നതാണ്. പിന്നീട് അത് ചെതറിപ്പോകുന്നത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പോഴും യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. മനസ്സിലാവും? ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ഒരു തിയറി മാത്രമാണ് ബിഗ് ബാങ് തിയറി, സ്റ്റെല്ലാർ ഓസിലേഷൻ തിയറി, ഒരുപാട് തിയറീസ് ഉണ്ട്. മനസ്സിലാവും? നമുക്കതൊന്നും പഠിക്കണ്ട, നമ്മൾ ഈ ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ യൂണിവേഴ്സൽ എക്സ്പാൻഷൻ തിയറി ഉണ്ട്, വേറെണ്ണോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ളിൽ ആ സെൻട്രൽ കോറിന് നിന്ന് എന്ത് ചെയ്യുന്നു? തണുത്താണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങോട്ട് പോകുന്തോറും കോൾഡായിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ദ ടെമ്പറേച്ചർ കംസ് ഡൗൺ. ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഫോംഡ് സം ടൈംസ് ലേറ്റർ. ഹൈഡ്രജനും ഹീലിയം ഉണ്ടായി. ദ ഗ്യാസസ് കണ്ടൻസ്ഡ് അണ്ടർ ദ ഗ്രാവിറ്റേഷൻ ആൻഡ് ഫോംസ് ദ ഗാലക്സീസ്. അങ്ങനെയാണ് ഗാലക്സീസ് കണ്ടൻസ് ചെയ്തിട്ടാണ് ഗാലക്സീസും ഇതേപോലെയുള്ള ഇതൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. കണ്ടോ? സോ ഇതേപോലെ ഒരു കോറുണ്ട്. ഒരു സെൻട്രൽ കോറിൽ നിന്നാണ് ഡിസ്പോസ് ചെയ്തതെല്ലാം ഉണ്ടായെന്നും കണ്ടൻസ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ ഗ്യാസസും എല്ലാ എലമെൻസും ഉണ്ടായെന്നാണ് ഈ തിയറിയിലൂടെ പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തേത് ഒറിജിൻ ഓഫ് ദി സോളാർ സിസ്റ്റം ആൻഡ് എർത്ത്. മനസ്സിലാകുന്നുണ്ടോ? സോളാർ സിസ്റ്റം ആൻഡ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ യൂണിവേഴ്സ് ഉണ്ടായി, സോളാർ സിസ്റ്റം എങ്ങനെ ഉണ്ടായി? ഇത് സിമ്പിളാണ്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എത്ര ഇതുണ്ട്? 8 പ്ലാനറ്റ്സും ഒരു സ്റ്റാറും ഉണ്ട്. നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് സണ്ണാണ്. സണ്ണും ഈ 8 പ്ലാനറ്റും അതിൻ്റെ സാറ്റലൈറ്റും എല്ലാം കൂടെ ഒരു മോൾട്ടൺ മാസ് ആയിരുന്നു സണ്ണിനോടൊപ്പം എന്ന് വിചാരിച്ചേ. അപ്പോൾ സണ്ണ് ഇങ്ങനെ കറങ്ങുന്നതിനോടൊപ്പം അതിൽ നിന്ന് എന്ത് ചെയ്ത് പോയതാണ്? ഡിസ്പേഴ്സ് ചെയ്ത് പോയതാണ് ബാക്കിയുള്ളതെന്നാണ് ഈ തിയറി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായി വന്നതാണ് എർത്ത്. എർത്തിൽ നിന്ന് ഉണ്ടായി പോയതാണ് എന്ത്? മൂണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഒത്തിരി തെളിവുകളുണ്ട്. പക്ഷേ നിങ്ങളിപ്പം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ? ഇനി നോക്കിയേ. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് അറൗണ്ട് 4.5 ബില്യൺ. മറ്റേത് 20 ബില്യൺ ആയിരുന്നെങ്കിൽ 4.5 ബില്യന് മുമ്പാണ്, ഇയേഴ്സിന് മുമ്പാണ് സോളാർ സിസ്റ്റം ഉണ്ടായത്. ഡ്യൂ ടു ദ കണ്ടൻസേഷൻ ഓഫ് ദി ക്ലൗഡ്സ് ഓഫ് ദി ഗ്യാസസ് ആൻഡ് ഡസ്റ്റ്. അതങ്ങനെ തന്നെ ഗ്യാസസിൻ്റെയും ക്ലൗഡ്സിൻ്റെയൊക്കെ ഡസ്റ്റിൻ്റെ ഒക്കെ കണ്ടൻസേഷൻ മൂലമാണ് ഉണ്ടായെന്ന് പറയുന്നത്. ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഏർലി എർത്ത്. ഏർലി എർത്തിൽ എന്തില്ലായിരുന്നു? അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. പിന്നെയോ ദ ടെമ്പറേച്ചർ വാസ് സെവറൽ ഡിഗ്രി ഹൈ. ഒത്തിരി ഹൈ ആയിരുന്നു. എന്നാൽ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്യാസ് കണ്ടൻസ് ചെയ്യുന്നു, അങ്ങനെ വാട്ടർ ഉണ്ടാകുന്നു, വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുന്നു, എന്നിട്ട് വാട്ടർ ആകുന്നു, മീഥേന്, കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ അമോണിയ, ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആൻ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എർത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എർത്തിന് വളരെ കുറച്ച് അറ്റ്മോസ്ഫിയറേ ഉണ്ടാകുന്നുള്ളൂ. കാരണം എന്താ? അവിടെ അന്നത്തെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരുന്നു. അവിടെ എന്തില്ലായിരുന്നു? ഫ്രീ മോളിക്കുലാർ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. എല്ലാ മോളിക്യൂൾസ് ഇൻ ദ ഫോം ഓഫ് വാട്ടറോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനെ എന്തെങ്കിലും മോളിക്കുലാർ ഫോമിലായിരുന്നു ഓക്സിജൻ. UV റേസസ് ഈസി ആയിട്ട് അകത്തേക്ക് കടന്നു വിടാം. കാരണം എന്താണ്? അവിടെ ഓസോൺ ലെയർ ഉണ്ടായിരുന്നില്ല. ദ വാട്ടർ ഈ UV റേസ് വന്നതുകൊണ്ട് തന്നെ ഹൈഡ്രജനും ഓക്സിജനെയും എന്തായി? വാട്ടറിൽ ഉള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്ത് H2ഉം O2 ഒക്കെ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സഹായിച്ചു. പിന്നീടാണ് മെല്ലെ ഓക്സിജൻ ഉണ്ടായി വന്നതെന്നാണ് പറയുന്നത്. എത്രയോ നാളുകൾ കൊണ്ടാണ് ഈ പ്രതിഭാസം നടന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ആസ് ദ എർത്ത് സ്റ്റാർട്ടഡ് ടു കൂൾ, the water vapor fell as a rain to fall all the depressions to form oceans. അപ്പോൾ ഇങ്ങനെ ക്ലൗഡ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ധാരാളം ഈ പറയുന്ന വാട്ടർ വേപ്പർ ഉണ്ട്. വാട്ടർ വേപ്പർ എന്താ? വാട്ടർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസസ് ആണ്, റൈറ്റ്? സോ ദിസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്ത് വാട്ടർ ആവും. അങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മഴയായിട്ട് പെയ്യാൻ തുടങ്ങി.
വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ മഴ. സോ അങ്ങനെയാണ് മെല്ലെ മെല്ലെ ഓഷ്യനൊക്കെ ഉണ്ടായെന്നാണ് ഈ തിയറിയിലൂടെ പറയുന്നത്. അത് നമ്മൾ തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം എർത്തുണ്ടായ സണ്ണിൽ നിന്ന് ഉണ്ടായ എർത്തിന് അറ്റ്മോസ്ഫിയറോ ഫ്രീ മോളിക്കുലർ ഓക്സിജനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടൻസ് ചെയ്ത് തണുത്ത് ആണ് ഇന്ന് കാണുന്ന അറ്റ്മോസ്ഫിയറും ഫ്രീ ഓക്സിജനും ഒക്കെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്.